ദൈവമേ, എത്ര വണ്ടികൾ ഈ റോട്ടിൽ കൂടി ഓടണം. എന്തോരം വണ്ടികൾ മറിയണ്, എന്തോരം വണ്ടികൾ ഇടിക്കണ്. ഏതെങ്കിലും ഒരു വണ്ടി പണിയാനായിട്ട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവരണ്ട. ഇവിടെ കിട്ടണത് വല്ല കാലത്ത് ഒരു പഞ്ചറൊട്ടിക്കല്. അതെങ്ങനാ? എനിക്ക് കുറെ പണിക്കാരുണ്ട്. ആ ദൈവമേ, ഇന്നെങ്കിലും നല്ല ഒരു കോളൊപ്പിച്ച് തന്നെ. പറഞ്ഞിട്ടൊന്നും എന്ത് ചെയ്യുമെന്ന് ഇതാണോ ആ വർക്ക്ഷോപ്പ്? ഇത് തന്നെയാണ് സാറേ. ആ വർക്ക്ഷോപ്പുകാരൻ അടിച്ചോടിക്കണ അവന്റെ കൈ. എന്താ സാറേ കാര്യം? ഇവിടെയാണോ ഇന്നലെ പോലീസ് ജീപ്പ് നന്നാക്കിയത്? അതെ, അത്രയും കേട്ടാ മതി. അയ്യോ ചവിട്ടില്ല സാറേ. അയ്യോ അയ്യോ അയ്യോ, എന്തിനാ സാറേ എന്റെ കിരീട്ട് തല്ലടാ? ഇനി തല്ലിയ നീ ചത്തുകൂടാ. ഞാനും. ആശാനെ, ഒരു സംശയം ഉണ്ട് കേട്ടോ. ഇതെന്നെ സാധനം ഇന്നലത്തെ പോലീസ് ജീപ്പിൽ നിന്ന് കിട്ടിയതാ. ആഹാ, ഇപ്പോഴല്ലേ പോലീസുകാർ വന്ന് ചാർത്തിയിട്ട് പോയതിന്റെ കാരണം മനസ്സിലായത്. എടാ, ഇതാ ജീപ്പിന്റെ ബ്രേക്ക് ലൈനറാ. ഇത് അഴിച്ചെടുത്താ വണ്ടിക്ക് ബ്രേക്ക് കിട്ടും. അവിടുന്ന് ഓരോരുത്തരുമാര് വന്നോളും മുടിപ്പിക്കാനായിട്ട്. അയ്യോ, ദേ അടുത്ത ഇടിവനുണ്ട്. ഹലോ ഹലോ, നിങ്ങള്? ഞാൻ പ്രൊപ്പറേറ്റർ ഗോപാലൻ. എന്താ അസുഖം? ഇത്തിരി ഷുഗർ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. നിങ്ങൾക്കല്ല, വണ്ടിക്ക് എന്താ അസുഖം? വണ്ടിക്കോ? ചെറുതായിട്ടൊന്ന് സർവീസ് ചെയ്യണം. അത്രേ ഉള്ള? കുഴപ്പമില്ല, നമുക്ക് 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യാൻ സാധാരണ എല്ലാ പണി തീർന്നു വരുമ്പോ ഒരാഴ്ച എടുക്കും. പിന്നെ നമ്മുടെ ഈ വർക്ക്ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ കൂടെയുള്ള പണിക്കാരൻ അപാര കഴിവുള്ളവരാ. ഞാൻ തന്നെ ചില സമയത്ത് സംശയങ്ങൾ അവനോട് ചോദിച്ചിട്ടല്ലേ മനസ്സിലാക്കരുത്. അതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം. എന്താ വേറെ കുട്ടൊരു സംശയം. നമ്മുടെ വണ്ടിയുടെ 5ാമത്തെ ടയറിന് എന്നാ പറയണേ? 5ാമത്തെ ടയറിന് പോടാ പുറത്തുനാളോ നിൽക്കുമ്പോ സംശയം കൊണ്ട് വരുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിള്ളേരുടെ ഒരു സംശയങ്ങളെ. അപ്പൊ അഡ്വാൻസ് അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. വന്നോ അഡ്വാൻസ് മതി. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. എന്റെ ഫോൺ നമ്പർ എഴുതിട്ടോ. ഫോൺ നമ്പർ 9946117611 984668828. എന്താടാ കിട്ടി ആശാനെ, കിട്ടി. എന്ത്? പേര് എന്ത്? സ്റ്റെപ്പനി. പപ്പിനല്ല, പപ്പിന് പോടാറുന്നു. 5ാമത്തെ ടയറിനെ സ്റ്റെപ്പിനിന്ന് നമ്മളോടെ ഓക്കെ. നിനയാനാ ചേട്ടോ ഇവിടെ ഇരുന്ന് പണിയാണോ ചേട്ടാ? ആഹാ, ഉറങ്ങായിരുന്നാ? ഞാൻ വിചാരിക്കുന്നു. ആ സാറായിരുന്നാ? എന്തായി? ഓ, കാറിന്റെ കാര്യം ശരിയാ? വണ്ടി ഇപ്പളാ ശരിയായത്. പക്ഷെ ബില്ല് ഞാൻ ഇന്നലെ ശരിയാക്കി വെച്ചു. അതാണല്ലോ ഈ വർക്ക്ഷോപ്പിന്റെ പ്രത്യേകത. മനസ്സിലായി. ഓ, എന്റെ അമ്മേ, 25,000 രൂപയോ? കൂട്ടറോ? എടോ, ഒരു വണ്ടി വെറുതെ സർവീസ് ചെയ്യുന്ന 25,000 രൂപയോ? സാറാ ഒന്ന് മര്യാദ ഒന്ന് വായിച്ചു നോക്ക്. ബെയറിംഗ് 1000, ബിയറിംഗ് 500. എന്താണോ ബിയറിംഗ്? എന്താന്നാ എന്റെ സാറ്, എനിക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു ബീർ കഴിക്കണം. പിന്നെ ഇത്രയും പണിക്കാരിവിടെ ഉള്ളപ്പോ ഞാൻ ഒറ്റക്ക് ബീർ കഴിച്ചാൽ എന്റെ വയറ് കേടാവും. പിന്നെ നിങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ബെയറിംഗ് 1000, ബിയറിംഗ് 500. എങ്ങനെയുണ്ട്? ക്ലച്ച് 3500, ഹച്ച് 550. ഹച്ച് ഈ ക്ലച്ച് അന്വേഷിച്ച് നടന്ന് ഞാൻ എത്ര സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത്. അപ്പം ഫോൺ ബില്ല് വരില്ലേ? അതാണ് ക്ലച്ച് 3500, ഹച്ച് 550. അടിപൊളി വർക്ക്ഷോപ്പാ. ക്ലച്ച് പാട് 2000, കഷ്ടപ്പാട് 300. കഷ്ടപ്പാട് 300. ഓരോരോ പണിക്ക് അതിൻ്റെതായ കഷ്ടപ്പാടില്ലേ സാറേ? ഈ ക്ലച്ച് പാട് ഫിറ്റ് ചെയ്യാനായിട്ട് എന്ത് കഷ്ടപ്പാടാ. അതാണ് ക്ലച്ച് പാട് 2000, കഷ്ടപ്പാട് 300. ബാക്കിയുള്ളതൊക്കെ 450. ഇത് എന്തുട്ടാണോ? ഇന്ത്യൻ ഓയിൽ 1500, എന്റെ ഓയിൽ 500. ഇതെന്താണോ എന്റെ ഓയിൽ? എന്റെ സാറേ, പന്നിപ്പനി പടന്ന് പിടിച്ചേക്കല്ലേ. പന്നിപ്പനി? ഇന്ത്യൻ ഓയിൽ കിട്ടാനുണ്ടോ? അവസാനം ഇന്ത്യൻ ഓയിൽ അന്വേഷിച്ച് ചേർന്ന് ഞാൻ മടുത്ത്. പിന്നെ എന്റെ വണ്ടിയിൽ കുറെ ഓയിൽ ഒഴിച്ച് കുറെ നേരം ഓടിച്ചോണ്ട് നടന്നപ്പോ ഇന്ത്യൻ ഓയിൽ കിട്ടി. ആ ഇന്ത്യൻ ഓയിൽ മേടിച്ചോണ്ട് വന്നിട്ടാണ് സാറിന്റെ കാറിലേക്ക് ഒഴിച്ചത്. അതാണ് ഇന്ത്യൻ ഓയിൽ 1500, എന്റെ ഓയിൽ 500. ഇത് വെറുതെ ചുമ്മാ വർക്ക്ഷോപ്പ് കാണാത്ത പോലെ. ഒരു പണി ചെയ്യും. ഇനിയും കാറ് പണിയാണോ? അതല്ല, ഈ കാർ ആർക്കെങ്കിലും കൊടുത്തിട്ട് ബാക്കി വല്ലതുണ്ടെങ്കിൽ എനിക്ക് തരാൻ മറക്കരുത്.